ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അടുത്ത റെസിപ്പി ആയിട്ടാണ്. ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണിത്. 5 മിനിറ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിങ്ങാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് ഒന്നുകിൽ ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഒരു കൈപ്പിടി നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നിലക്കടല ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടലയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഉപ്പ് രസം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന നിലക്കടല റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് രസം ഇല്ലയെന്നാണെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിത് നെയ്യിലാണെങ്കിലും ബട്ടറിനകത്താണെങ്കിലും മിക്സ് ചെയ്തെടുക്കും ചെറുതായിട്ടൊരു ഉപ്പ് രസം വന്നിട്ട് നമ്മളത് ചോക്ലേറ്റ് പുഡിങ്ങുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു സാൾട്ടഡ് ആയിട്ടുള്ള നട്ട്സ് ഇതിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉപ്പ് രസം ഇല്ലയെന്നാണെങ്കിൽ ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് വരുന്ന രീതിയിൽ ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ബൗളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാധാരണ സ്റ്റീലിൻ്റെ ബൗളാണ്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിന് അകത്തൊക്കെ വെക്കുന്ന ചെറിയ ബൗളുണ്ടല്ലോ, അങ്ങനെയുള്ള 2 ബൗളും ഒരു ചെറിയ സെറാമിക്കിൻ്റെ ബൗളുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് പുഡിംഗ് ട്രേയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാനൊരു ഇത്തിരി ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് വെച്ചിട്ടും ഗ്രീസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നെസ്കഫേയുടെ കോഫി പൗഡറാണ് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനകത്തോട്ടേക്ക് ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കോഫി പൗഡർ ചൂടുവെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടുത്ത് ചേരുക എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ടേബിൾ സ്പൂൺ ഇല്ലേ, അതിനകത്താണ് അളവെടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺഫ്ലോർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണാണ്. അതേ നമ്മുടെ ടേബിൾ സ്പൂണിന് തന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആ ഒരു കൊക്കോ ടേസ്റ്റ് വേണമെന്നാണെങ്കിൽ കോഫീൻ്റെയും അതുപോലെ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ അളവ് കൂടുതൽ ഉപയോഗിക്കാം. ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഒരു ഇത്തിരി എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഒരു ഇത്തിരി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. ഇതിനകത്തോട്ടേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1/2 ലിറ്റർ പാലിന് കണക്കായിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ഈ കൊക്കോ പൗഡറിൻ്റെ കോഫി പൗഡറിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 7-8 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരവും അതുപോലെ ആ കോഫി പൗഡറിൻ്റെ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ഒരു ചോക്ലേറ്റ് ഫ്ലേവറിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനകത്തോട്ടേക്ക് ആ ഒരു നല്ലതുപോലെ പാല് തിളച്ച് വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ആ ചോക്ലേറ്റ് മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ട് വെച്ചിട്ട് കൈ എടുക്കാതെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് തവി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല തിക്കായിട്ട് വരുന്ന രീതിയിൽ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് ചെയ്തെടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇതങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബട്ടറിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടുള്ള നിലക്കടല ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഭാഗം മാത്രം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഫൈനലായിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സാൾട്ടഡ് ആയിട്ടുള്ള നട്ട്സ് ഈ ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിനകത്തോട്ടേക്ക് ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഓരോ ബൗളിനകത്തായിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒന്ന് തറയിൽ വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവൻ ചേർത്ത് തറയിലൊക്കെ തട്ടി കൊടുത്ത് നല്ലതുപോലെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യും. ഇങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിനകത്ത് വെക്കാം.
10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഇത് ശരിക്കും ഒരു ജെല്ലി ഫോം കണക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ ഒരു കളറൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലോട്ടേക്ക് വന്നിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിനകത്ത് നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് കമഴ്ത്തി കൈവച്ച് തട്ടി കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നല്ല സെറ്റായിട്ട് ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നിലക്കടലയുടെ ആ ഒരു പൊടിച്ചത് തന്നെയാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ചെറി കൂടി വെക്കുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരിക്കും 5 മിനിറ്റിൽ നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണെങ്കിൽ ശരിക്കും ആ ഒരു 5 മിനിറ്റിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ നട്ട്സൊക്കെ സാൾട്ടഡ് നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.